ബൈബിൾ ക്യൂസ് 46-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ഭൂമിയിൽ മനുഷ്യർ പെരുകി തുടങ്ങിയപ്പോൾ അവർക്ക് എന്താണ് ജനിച്ചത്? ഉത്തരം: പുത്രിമാർ. രണ്ടാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ കണ്ടപ്പോൾ എന്തു ചെയ്തു? ഉത്തരം: തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഭാര്യമാരായി സ്വീകരിച്ചു. മൂന്നാമത്തെ ചോദ്യം: മനുഷ്യൻ്റെ ആയുസ്സ് എത്ര വർഷമാകുന്നുവെന്ന് യഹോവ അരുളിച്ചെയ്തു? ഉത്തരം: 120 വർഷം. നാലാമത്തെ ചോദ്യം: ആ കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന വീരന്മാരെ എന്തെന്ന് വിളിച്ചിരുന്നു? ഉത്തരം: നെഫീലിം. അഞ്ചാമത്തെ ചോദ്യം: മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ എങ്ങനെയാണെന്ന് യഹോവ കണ്ടു? ഉത്തരം: എപ്പോഴും ദോഷം മാത്രമായിരുന്നുവെന്ന്. ആറാമത്തെ ചോദ്യം: മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യഹോവയ്ക്ക് എന്തു തോന്നി? ഉത്തരം: ദുഃഖവും വേദനയും തോന്നി. ഏഴാമത്തെ ചോദ്യം: യഹോവ ഭൂമിയിൽ നിന്ന് ആരെയെല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞു? ഉത്തരം: മനുഷ്യരെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും. എട്ടാമത്തെ ചോദ്യം: യഹോവയുടെ കൃപ ലഭിച്ച വ്യക്തി ആര്? ഉത്തരം: നോഹ. ഒമ്പതാമത്തെ ചോദ്യം: നോഹ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? ഉത്തരം: നീതിമാനും കുറ്റമറ്റവനും ദൈവത്തോടു കൂടെ നടന്നവനുമായിരുന്നു. പത്താമത്തെ ചോദ്യം: നോഹയ്ക്ക് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം: 3 പുത്രന്മാർ. 11ാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ മുൻപാകെ ഭൂമി എങ്ങനെയായിരുന്നു? ഉത്തരം: ദുഷിച്ചും അതിക്രമം നിറഞ്ഞതുമായിരുന്നു. 12ാമത്തെ ചോദ്യം: സകല ജഡവും തങ്ങളുടെ വഴി എങ്ങനെയാക്കി? ഉത്തരം: ദുഷിപ്പിച്ച്. 13ാമത്തെ ചോദ്യം: നോഹയോട് ദൈവം എന്ത് നിർമ്മിക്കാൻ കൽപ്പിച്ചു? ഉത്തരം: ഒരു പെട്ടകം. 14ാമത്തെ ചോദ്യം: പെട്ടകം ഏത് മരത്തിൽ നിർമ്മിക്കണമെന്ന് ദൈവം പറഞ്ഞു? ഉത്തരം: ഗോഫർ മരം. 15ാമത്തെ ചോദ്യം: പെട്ടകത്തിൻ്റെ നീളം എത്ര മുഴമായിരിക്കണം? ഉത്തരം: 300 മുഴം. 16ാമത്തെ ചോദ്യം: പെട്ടകത്തിൻ്റെ വീതി എത്ര മുഴമായിരിക്കണം? ഉത്തരം: 50 മുഴം. 17ാമത്തെ ചോദ്യം: പെട്ടകത്തിൻ്റെ ഉയരം എത്ര മുഴമായിരിക്കണം? ഉത്തരം: 30 മുഴം. 18ാമത്തെ ചോദ്യം: പെട്ടകത്തിന് എത്ര നിലകൾ ഉണ്ടാക്കണമെന്ന് ദൈവം പറഞ്ഞു? ഉത്തരം: 3 നിലകൾ. 19ാമത്തെ ചോദ്യം: ഭൂമിയെ നശിപ്പിക്കാൻ ദൈവം എന്താണ് വരുത്തുമെന്ന് പറഞ്ഞത്? ഉത്തരം: ജലപ്രളയം. 20ാമത്തെ ചോദ്യം: ദൈവം ആരോടാണ് തൻ്റെ നിയമം സ്ഥാപിക്കുമെന്ന് പറഞ്ഞത്? ഉത്തരം: നോഹയോട്. 21ാമത്തെ ചോദ്യം: നോഹയോടൊപ്പം പെട്ടകത്തിൽ പ്രവേശിക്കേണ്ടവർ ആരൊക്കെയായിരുന്നു? ഉത്തരം: ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും. 22ാമത്തെ ചോദ്യം: സകല ജീവജാലങ്ങളിൽ നിന്നും എത്രയെ വീതം പെട്ടകത്തിൽ കൊണ്ടുവരണം? ഉത്തരം: ആണും പെണ്ണുമായി 2 എണ്ണം വീതം. 23ാമത്തെ ചോദ്യം: ഭക്ഷണത്തെക്കുറിച്ച് നോഹയോട് എന്ത് കൽപ്പിച്ചു? ഉത്തരം: ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കണം. 24ാമത്തെ ചോദ്യം: ദൈവം കൽപ്പിച്ചതുപോലെ നോഹ എന്ത് ചെയ്തു? ഉത്തരം: എല്ലാം അനുസരിച്ച് ചെയ്തു. 25ാമത്തെ ചോദ്യം: ഉൽപ്പത്തി 6-ന്റെ പ്രധാന സന്ദേശം എന്താണ്? ഉത്തരം: ദുഷ്ടതയ്ക്ക് ദൈവവിധിയുണ്ടെങ്കിലും നീതിമാന്മാർക്ക് ദൈവകൃപയും രക്ഷയും ലഭിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.